ഈ ഉള്ള വരുമാനത്തിൽ നിന്നുകൊണ്ട് വേണ്ട ഇതെല്ലാം ചെയ്യാൻ. ഇത് കേന്ദ്രത്തിൽ നമുക്ക് കിട്ടുന്ന GST കൂടെ അടിച്ചുകൊണ്ട് പോയ കേന്ദ്രത്തോട് ഒരു വാക്കു പറയാനായിട്ട് നിങ്ങളെ കൊണ്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടോ? നിങ്ങളുടെ കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ സഹോദരനായ സജീവ് ജോസഫ് ഇരിക്കൂർ MLA പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ധൂർത്ത് അല്ലേ, കെടുകാര്യസ്ഥത, അഴിമതി, ഇനി അതിനകത്ത് അദ്ദേഹം പറയാനൊന്നുമില്ല. എന്നിട്ട് അവസാനം പ്രസംഗം പാവപ്പെട്ട സഹോദരൻ നിർത്തിയ പറഞ്ഞ് എനിക്ക് ഇച്ചിരിയും കൂടെ തരണേ, ഇച്ചിരിയും കൂടെ തരണേ, ഇച്ചിരിയും കൂടെ തരണേ എന്നാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരോട് വീണ്ടും എന്തിനാ സാർ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വീണ്ടും തരണമെന്ന്? സഹോദരനല്ലേ, 8 മിനിറ്റ് അങ്ങേക്ക് സംസാരിക്കാം. സാർ, ഈ ബഡ്ജറ്റിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതിനെ പിന്തുണയ്ക്കുകയാണ് സാർ. വെറും വാഗൊണ്ടല്ല, ഹൃദയത്തിൻ്റെ അടുത്തായിട്ട് നിന്നും ബഡ്ജറ്റിനെ പിന്തുണയ്ക്കും സാർ. അതിൻ്റെ കാരണം രമ പറയുന്നത് നല്ല പൈസ കിട്ടിയെന്ന്, കിട്ടിയിട്ടില്ല, ഇനി കിട്ടാൻ കിടക്കുന്നത്. സാർ, ഈ വളരെ പ്രതിസന്ധി കൂടെ പോകുന്ന പ്രദേശമാണ് എൻ്റെ പ്രദേശം കുട്ടനാട്. ഒരുപാട് പ്രതികൂലങ്ങളെ അതിജീവിച്ചാണ് ഞങ്ങൾ ജീവിച്ചത് സാർ. ഇവിടെ ഒത്തിരി പേര് കിബിയെക്കുറിച്ച് വളരെ മോശമായി പ്രതിപാദിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സങ്കടം തോന്നുന്ന കാര്യം